പ്രിയപ്പെട്ട അമൃത ടി വി പ്രേക്ഷകരെ, ന്യായവിധിയിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടി വിയുടെ ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. വളരെ സുപ്രധാനമായ ഒരു വിധി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. സാധാരണക്കാരെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിധിയായതുകൊണ്ട് ഈ വിധിയിൽ അതിൻ്റെ പിന്നാമ്പുറം ഈ കാര്യങ്ങൾ പ്രേക്ഷകരുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അമ്മയ്ക്ക് ചെലവിന് കൊടുക്കാൻ മകന് ബാധ്യതയുണ്ട് എന്ന് ഹോണറബിൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വിധി കേൾക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളിൽ തോന്നുന്നത്, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, പിന്നെ എന്തിന് മകൻ ചെലവിന് കൊടുക്കണം, അച്ഛന് വരുമാനമുണ്ടല്ലോ, ഈ രീതിയിലാവാം പല സംശയങ്ങളുണ്ടാവുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾക്ക് നിയമപരമായ ഒരു ബാധ്യത ഏത് രീതിയിലാണ് ഒരു കുടുംബനാഥന് ഉണ്ടാവുക എന്നാണ് ഈ പങ്ക്തിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ നിയമത്തിൽ 2 നിയമങ്ങളിലാണ് പ്രധാനമായും സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ചുമതല കുടുംബസ്ഥനായ പുരുഷന് ഏത് രീതിയിലാണ് നിയമം വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് പണ്ട് മുതലേ ക്രിമിനൽ നടപടിച്ചട്ടത്തിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ 144 വകുപ്പിൽ പറയുന്ന ക്രിമിനൽ നടപടിച്ചട്ടപ്രകാരമുള്ള ഒരു നിയമമാണ്. ഈ നിയമം മൂലമാണ് പുരുഷനെ കുട്ടികൾക്കും സ്ത്രീകൾക്കും മാതാപിതാക്കൾക്കും ചിലവിന് കൊടുക്കണം, പ്രതിമാസ ജീവനാംശം കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിലും സ്ത്രീകളെ ഏത് തരത്തിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള സ്ത്രീകളെയാണെങ്കിലും പുരുഷന് സംരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, കൂടാതെ മാതാവിനെ, പിതാവിനെ, കൂടാതെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യയെപ്പോലെ കൂടെ ജീവിച്ചവർ, ഏതെങ്കിലും ഘട്ടത്തിൽ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ ഈ സ്ത്രീകളെ, അമ്മയാവാം, മകളാവാം, ഇനി അമ്മയുടെ അമ്മയാവാം, ഇവർക്ക് സ്വയം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനമില്ലെങ്കിൽ അവർക്ക് എല്ലാ മാസവും ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ആ വീട്ടിലെ കുടുംബനാഥനുണ്ട് എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൽ പ്രധാനമായും അഗ്രീഡ് പേഴ്സൺ എന്നാണ് ഈ ചിലവിന് ലഭിക്കേണ്ട ആളെ വിവക്ഷിച്ചിട്ടുള്ളത്. ഈ അഗ്രീഡ് പേഴ്സൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സംരക്ഷിക്കപ്പെടേണ്ട ആൾ ആര് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ട്, പ്രായമായ മാതാപിതാക്കൾ, അതായത് സീനിയർ സിറ്റിസൺസ് എന്ന് നമ്മൾ വിളിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യയെപ്പോലെ കൂടെ ജീവിച്ച സ്ത്രീയാണെങ്കിൽ അവരുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ രക്തബന്ധമുള്ള, കൂടെ ജീവിച്ച, ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ പുരുഷന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ ചിലവിന് ചോദിച്ച് കുടുംബ കോടതിയെ സമീപിക്കുമ്പോൾ കുടുംബ കോടതികൾ അത് അനുവദിക്കുന്നത്. അത് പുരുഷൻ്റെ ബാധ്യത തന്നെയാണ്. സ്വയം ജീവിക്കാനുള്ള വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് പുരുഷനെ ആശ്രയിക്കേണ്ടി വരും. പുരുഷൻ അവർക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ്. ഈ നിയമം ആണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം, അച്ഛന് ജീവിച്ചിരിപ്പുണ്ട്, അച്ഛന് മത്സ്യബന്ധനം നടത്തി പണമുണ്ട്, അമ്മയ്ക്ക് കന്നുകാലി വളർത്തി പണമുണ്ട്, എന്നിട്ടും എന്നോട് ജീവനാംശം ചോദിക്കുന്നു എന്ന പരാതി, അതായത് കുടുംബ കോടതി ഉത്തരവിനെതിരെ മകൻ ഹൈക്കോടതിയിലെത്തിച്ച അപ്പീൽ ഹർജി, ഈ ഹർജിയിൽ കോടതി വസ്തുനിഷ്ഠമായി തന്നെ പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞ അമ്മയെ കന്നുകാലി വളർത്തി ജീവിക്കാൻ വിടുന്ന മകന് 2 ലക്ഷം രൂപ വരുമാനമുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അതിൽ നിന്നൊരു 5000 രൂപ ഒരു മാസം അമ്മയ്ക്ക് നൽകിക്കൂടെ എന്നാണ് കോടതി ചോദിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഈ പുനഃപരിശോധനാ ഹർജി തള്ളുകയും ചെയ്തു. ഇതിൻ്റെ നിയമപരമായ വശമാണ് ഇന്ന് ന്യായവിധിയിൽ നിങ്ങളുമായി സംവദിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.